സ്റ്റാലിന്റെ നീക്കം തടയാൻ ബി.ജെ.പി തന്ത്രം മെനയുന്നു. ഡൽഹിയിൽ അമിത്ഷായും പളനിസ്വാമിയും കൂടിക്കാഴ്ച നടത്തി. അണ്ണാമലയെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നിയന്ത്രിക്കണമെന്ന് പളനിസ്വാമി. DMK-യെയും ബി.ജെ.പിയെയും വിമർശിച്ച് വിജയ് മറുതന്ത്രം പയറ്റുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ. ബി.ജെ.പി 18 പയറ്റിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. നരേന്ദ്രമോദിയും അമിത്ഷായും തമിഴ് മണ്ണ് പിടിച്ചെടുക്കാൻ ആശീർവദിച്ചുവിട്ട അണ്ണാമലയുടെ തന്ത്രങ്ങൾ വേണ്ടവിധം ഫലിക്കുന്നില്ലെന്ന തിരിച്ചറിവിലാണ് കേന്ദ്ര നേതൃത്വം. ഈ പശ്ചാത്തലത്തിൽ DMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയത് വലിയ ചർച്ചയാവുകയാണ്. ബി.ജെ.പിയെ പോലെ DMK-ക്കും തമിഴ്നാട്ടിലെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് ഇനിയും വിട്ടുനിൽക്കുവാൻ സാധിക്കില്ല. തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച നടൻ വിജയ് വെല്ലുവിളി ഉയർത്തുമെന്ന കണക്കുകൂട്ടൽ DMK-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് നയിക്കുന്ന TVK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തമിഴക വെട്രി കഴകവുമായി സഹകരിച്ചു പോകുവാൻ DMK ചർച്ച നടത്തിയിരുന്നു. എന്നാൽ തന്റേതായ നിലയിൽ ഒറ്റയ്ക്ക് മുന്നേറാനാണ് വിജയ് ആഗ്രഹിക്കുന്നത്. എല്ലാ വാതിലും അടഞ്ഞതോടെയാണ് ബി.ജെ.പിയുമായി ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പളനിസ്വാമി എത്തിയത്. അണ്ണാമലൈ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് DMK-യുമായുള്ള സഖ്യം പിരിഞ്ഞത്. ജയലളിതയുടെ വിയോഗശേഷം പലതട്ടിലായ DMK ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം. എടപ്പാടി പളനിസ്വാമിയും പനീർശെൽവവും ശശികലയും TTV ദിനകരനുമെല്ലാം അവരുടേതായ അനുയായികളുമായി വേറിട്ട് നിൽക്കുകയാണ്. DMK-യുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമിയാണെങ്കിലും ഇത് അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ മറ്റു നേതാക്കൾ തയ്യാറാകുന്നില്ല. വിമത നേതാക്കളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാധ്യതയാണ് ബി.ജെ.പി തേടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടതും. അണ്ണാമലയെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ വിലക്കണം. പാർട്ടിയിലെ വിമതരുമായി ബി.ജെ.പി ഐക്യനീക്കം നടത്തരുത്. ബി.ജെ.പിക്കും DMK-ക്കും ഇടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ചകളുള്ളൂ തുടങ്ങിയ നിബന്ധനകളാണ് ഡൽഹി കൂടിക്കാഴ്ചയിൽ പളനിസ്വാമി അമിത്ഷായ്ക്ക് മുന്നിൽ വെച്ചത്. ബി.ജെ.പി വിരുദ്ധതയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള നാടാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ മണ്ഡല പുനർവിഭജനം, ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച് അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിനും DMK-യും. ഇടതു പാർട്ടികൾ VCK എന്നിവരുമായുള്ള സഖ്യത്തിന് DMK ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ രണ്ട് വിഭാഗവും DMK സഖ്യത്തിലുള്ളവരാണ്. മുന്നണി വൻ ശക്തിയായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരുകൂട്ടരും തയ്യാറായില്ല. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകവുമായുള്ള സഖ്യത്തിനും DMK ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ DMK ബി.ജെ.പി സഖ്യം വന്നു എന്ന് പൂർണ്ണമായും പറയാനായിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യവും DMK മുന്നോട്ട് വെച്ചു എന്നാണ് വിവരം. എന്നാൽ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ ബി.ജെ.പി പ്രവർത്തകരെ നിർജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിന്. ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതാകും അമിത്ഷായ്ക്ക് മുന്നിലെ വെല്ലുവിളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. DMK ബി.ജെ.പി സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം മാറിമറിയും. ബി.ജെ.പി സഖ്യം ബി.ജെ.പി വിരുദ്ധ സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയും. ബി.ജെ.പി വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി MK സ്റ്റാലിൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകും. ഇതോടെ വെട്ടിലാകുന്നത് നടൻ വിജയ് ആണ്. പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ TVK തകർച്ചയുടെ വക്കിലെത്തും. ശരത് കുമാർ, വിജയകാന്ത്, കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയിയെയും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും. ഒരു വർഷം മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തമിഴ്നാടിന്റെ ഭരണം പിടിക്കുകയുമാണ് TVK-യുടെ ലക്ഷ്യം. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് നേതാക്കളും അണികളും ആവർത്തിക്കുന്നു. ഏതു മണ്ഡലത്തിലാണ് വിജയ് മത്സരിക്കുക എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഗ്രൗണ്ട് സർവേ പാർട്ടി നടത്തുന്നുവെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് രൂപരേഖ വരുന്ന 28-ന് ചേരുന്ന പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും.
തീരദേശ മേഖലയായ രാമനാഥപുരം മണ്ഡലത്തിൽ വിജയ് മത്സരിക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ വാർത്ത നൽകി. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എങ്കിലും രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഇവിടെയുള്ള തീരദേശവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനാണ് TVKയുടെ തീരുമാനം. അതിർത്തി ലംഘിച്ചുവെന്നാരോപിച്ച് ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികൾ രാമനാഥപുരത്തുള്ളവരാണ്. ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിൽ പ്രതിഷേധം സജീവമാണ്. വിഷയത്തിൽ അടുത്തിടെ വിജയ് പ്രതികരിച്ചിരുന്നു. DMK-യെയും BJP-യെയും കുറ്റപ്പെടുത്തിയായിരുന്നു വിജയുടെ പ്രതികരണം. കേന്ദ്രവും സംസ്ഥാനവും വേണ്ടത്ര താല്പര്യം വിഷയത്തിൽ എടുക്കുന്നില്ല എന്നും വിജയ് കുറ്റപ്പെടുത്തി. നാഗപട്ടണത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജയ് നടത്തുന്ന ഓരോ നീക്കങ്ങളും.